പാപ്പാടുപാറ പത്തിനിപ്പാറയിൽ നിന്നും യുവതിയെയും കുഞ്ഞിനെയും കാണാതായിട്ട് 3 ദിവസം പിന്നിടുമ്പോഴും പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ലെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്ത്. പത്തിനിപ്പാറ നിരപ്പിൽ നീതു, 3 വയസ്സുള്ള മകൾ ശിവാനി എന്നിവരെയാണ് കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയോടെ കാണാതായത്. നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡ് പരിസരത്ത് വരെ ഇവർ എത്തിയിരുന്നതായും പിന്നീട് വിവരങ്ങൾ ഒന്നും ലഭിച്ചില്ലെന്നുമാണ് പോലീസും പറയുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ മകളായ ശിവാനിയെ അംഗനവാടിയിൽ ചേർക്കുന്നതിന് മുന്നോടിയായി പുസ്തകവും ചെരുപ്പും മറ്റും വാങ്ങുവാനായി പോകുന്നുവെന്നാണ് നീതു വീട്ടിൽ പറഞ്ഞത്. നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിയ ശേഷം നീതു മാതാവിനെ വിളിച്ചിരുന്നു. ഇതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. രാത്രി ആയതിനു ശേഷം മടങ്ങിയെത്താത്തതിനാൽ ബന്ധുക്കൾ വ്യാപകമായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തുവാനായില്ല. സഹോദരിയുടെ പരാതിയിൽ ഇന്നലെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. എന്നാൽ അന്വേഷണം കാര്യക്ഷമമല്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. സംഭവിച്ചെന്നാന്ന് ഞങ്ങൾക്കും അറിയത്തില്ല. അവൾ രാവിലെ 2 മണിയായപ്പോൾ, ഞായറാഴ്ച 2 മണിയായപ്പോൾ അവൾ കൊച്ചിനെ സ്കൂളിൽ പോകണം, ബാഗൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയതാണ്. കൊച്ചിന് തലമുടി വെട്ടണം, ചെരുപ്പ് മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. വൈകിട്ട് 6 മണി വരെ ഞങ്ങൾ നോക്കി നിന്നിട്ട് കണ്ടില്ല. കാണാതെ വന്നപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പോലും പറഞ്ഞത്. അവരന്വേഷിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇന്നലെ പോയി കേസ് എഴുതി കൊടുത്തിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന നടപടിയൊന്നും കിട്ടിയില്ല. തമിഴ്നാട് സ്വദേശിയായ ശരവണനുമായി പിണങ്ങി 1.5 വർഷമായി നീതു കുടുംബ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. സഹോദരിക്കും കുഞ്ഞിനും എന്ത് സംഭവിച്ചുവെന്ന് അടിയന്തര അന്വേഷണം നടത്തി കണ്ടുപിടിക്കണമെന്നാണ് സഹോദരി നീനുവും ആവശ്യപ്പെടുന്നത്. ഇവിടുന്ന് വഴക്കൊന്നും ഉണ്ടാക്കിയല്ല പോയത്, സന്തോഷത്തോടെ ഇറങ്ങിപ്പോയി. പക്ഷേ നെടുങ്കണ്ടം ചെന്ന് കഴിഞ്ഞിട്ട് ഇതുവരെ ഫോണും ഓണായിട്ടില്ല, ആൾ വിളിച്ചിട്ടുമില്ല. പോലീസുകാർ പറയുന്നത് നെടുങ്കണ്ടത്തെ ഫോണ് സ്വിച്ച് ഓഫ് ആയത്. പിന്നെ ഞങ്ങളോടെ വിളിച്ച് ചോദിക്കുന്നത്, നിങ്ങൾക്ക് വല്ല അറിവായോ, വിളിക്കുകയോ വല്ലതും ചെയ്തോ, ഫോൺ ഓണായെന്ന് ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവരോട് ഞങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്തെങ്കിലും ഇത് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞോളാം എന്ന് അവർ ഞങ്ങളോട് പറയുന്നത്. പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്ന് പൊതുപ്രവർത്തകരും ആവശ്യപ്പെടുന്നു. പോലീസ് നമ്മൾ സ്റ്റേഷനിൽ ചെന്നു അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ അറിയിക്കാം, അന്വേഷിക്കാം എന്ന് പറയുന്നു. വേണമെങ്കിൽ നമുക്ക് നെടുങ്കണ്ടത്തെ CCTVകൾ പരിശോധിച്ചാൽ ഇവർ എതിലേ പോയി എന്ന് പോലീസിന് കണ്ടുപിടിക്കാവുന്നതാണ്. പൊടി കുഞ്ഞാണ്. എനിക്ക് ആ കുഞ്ഞിന്റെ കാര്യത്തിലാണ് ഇപ്പം ഏറ്റവും വിഷമാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സംവിധാനം. അതുകൊണ്ട് എങ്ങനെയായാലും ആ പൊടി കുഞ്ഞിനെ അമ്മയെ ഒന്ന് തിരിച്ചു കിട്ടാനുള്ള സംവിധാനം എല്ലാ ഭാഗത്തു നിന്നും, പോലീസിന്റെ ആണെങ്കിലും നമ്മുടെ സമൂഹത്തിന്റെ ആണെങ്കിലും എല്ലായിടത്തും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതേസമയം പോലീസ് അന്വേഷണം ആരംഭിച്ചതായും സൈബർ സെല്ലിന് ഫോൺ രേഖകളടക്കം കൈമാറിയതായും നെടുങ്കണ്ടം പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.